കോഴിക്കോട് കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള കെട്ടിടം തകർന്ന് 4 പേർ മരിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കാലപ്പഴക്കമുള്ള കെട്ടിടം പൊളിക്കാതെ പ്രവർത്തനാനുമതി നൽകിയത് കോർപ്പറേഷൻ വീഴ്ചയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കോർപ്പറേഷനിലേക്ക് BJP ഇന്ന് മാർച്ച് നടത്തും. 2 വർഷം മുൻപ് കെട്ടിടം പൊളിക്കാൻ കൗൺസിൽ തീരുമാനിച്ചിരുന്നെങ്കിലും ഒഴിയാൻ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് കച്ചവടക്കാർ പറയുന്നു. 3 നിലയുള്ള കെട്ടിടത്തിൽ 23 കടമുറികളാണുള്ളത്. പല ഭാഗത്തും കോൺക്രീറ്റ് അടർന്ന നിലയിലുമാണ്. അഭിജിത്ത് മുഴക്കുന്ന സ്ഥലത്തുണ്ട്. അഭിജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. അഭിജിത്ത്, ഇന്നലെ വളരെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ ആ വാർത്ത കേട്ടത്. ഒരു കോർപ്പറേഷന്റെ അനാസ്ഥ കൊണ്ട് പഴകി ദ്രവിച്ച് ഇന്ന് പൊളിച്ചു കളയേണ്ട ഒരു കെട്ടിടം അൺഫിറ്റായിട്ടും അതിന് ലൈസൻസ് റദ്ദ് ചെയ്യാതെ അവിടെ പ്രവർത്തിപ്പിച്ചു. അതിന്റെ ഭാഗമായി 4 സഹോദരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതും സാധാരണ ചുമട്ടുതൊഴിലാളി മനുഷ്യര്. വലിയ അനാസ്ഥ എന്നുള്ളതല്ലേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്ന, ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ 3 നിലകളുള്ള കെട്ടിടം, 23-ലേറെ കടമുറികൾ, 50 വർഷത്തിലധികം പഴക്കം. അങ്ങനെയുള്ള ഒരു കെട്ടിടത്തിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ, പരിപാലനമൊന്നും കോർപ്പറേഷന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അതാണ് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് വഴിമാറിയത്. ഏതാണ്ട് 50 മീറ്ററോളം ദൂരത്തിലാണ് ഈ സൺഷെയ്ഡ് ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നത്. അരുൺ, അതിനടിയിൽ നിൽക്കുകയായിരുന്ന സാധാരണക്കാരായ 4 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ഇതിൽ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്ന് തെളിയിക്കുന്ന പല വിവരങ്ങളും ഇന്നലെ തന്നെ പുറത്തു വന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനം, 2 വർഷം മുൻപ് തന്നെ ഈ കെട്ടിടം പൊളിക്കാനുള്ള തീരുമാനത്തിലേക്ക് കൗൺസിൽ എത്തിയിരുന്നു. ഈ കടമുറികൾ ലേലം ചെയ്യുന്നതിനാവശ്യമായ റിപ്പോർട്ട് അത് റവന്യൂ വിഭാഗം ചോദിക്കുന്നു. ആ ഘട്ടത്തിലാണ് എഞ്ചിനീയറിംഗ് വിഭാഗം ഇവ ലേലയോഗ്യമല്ല എന്നുള്ള റിപ്പോർട്ട് നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലേല നടപടികൾ അവിടെ ഉണ്ടാവുകയും ചെയ്തില്ല. പക്ഷേ അത് കഴിഞ്ഞും ഈ കടമുറികൾക്ക് ലൈസൻസ് പുതുക്കി നൽകി എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ വീഴ്ച. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കെട്ടിടം ഉൾപ്പെടെ ഏതാണ്ട് മാസങ്ങൾക്ക് മുൻപ് മാത്രം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചതാണ്. അങ്ങനെ ലൈസൻസ് പുതുക്കി നൽകി എന്നുള്ള ഗുരുതരമായ വീഴ്ച ഈ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്, കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. തങ്ങൾക്കൊഴിയാനുള്ള നോട്ടീസ് ഒന്നും നൽകിയിട്ടില്ല, അങ്ങനെ ഒരു നോട്ടീസ് ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് കടയുടമകളൊക്കെ തന്നെ, ഈ വ്യാപാര സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ തന്നെ ഇന്നലെ വ്യക്തമാക്കിയതാണ്. ഇതിൽ ഇനി ചോദ്യം ഉയരുന്നത്, അരുൺ, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായോ, ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായോ എന്നുള്ളത് തന്നെയാണ്. മാധ്യമങ്ങളെ കാണുമ്പോൾ 2 അഭിപ്രായമാണ് ഇന്നലെ കോർപ്പറേഷൻ സെക്രട്ടറിയും മേയറും നടത്തിയത്. ഈ കെട്ടിടം അൺഫിറ്റ് അല്ല എന്ന് മേയർ പറയുന്നു. അതേസമയം കാലപ്പഴക്കം വന്നതാണ്, പൊളിച്ചു നീക്കാനുള്ള തീരുമാനത്തിലേക്ക് കൗൺസിൽ എത്തിയതാണ് എന്നുള്ള മറുപടി കോർപ്പറേഷൻ സെക്രട്ടറി നൽകുന്നു. ഇന്നിപ്പോൾ മേയറുടെ വാർത്താ സമ്മേളനമുണ്ട്. അദ്ദേഹം എന്ത് കാര്യമാണ് വിശദീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അരുൺ, ഒരു കാര്യം നമുക്കൊപ്പം ഇപ്പോൾ ഈ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ജലീൽ കൂടി ചേരുന്നുണ്ട്. ഇന്നലെ തലനാരിഴക്കാണ് തോന്നല്ലേ? എന്താ പേരെങ്ങനെ? അൽഫാസ്. എന്താ ഇന്നലെ സംഭവിച്ചത്? താങ്കൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് തോന്നല്ലേ? എന്താ സംഭവിച്ചെന്ന് പറയാം. സംഭവം ഇവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഫാദറിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവലുണ്ട്. പെട്ടെന്ന് 1 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ ജസ്റ്റ് അങ്ങോട്ട് പോയപ്പോൾ ഒരു വീണ കണ്ട്. പിന്നെ തിരിച്ച് പാഞ്ഞ് വന്നപ്പോൾ എൻ്റെ കാലിൻ്റെ മുകളിൽ ചെറിയ സ്ലാബിൻ്റെ പീസ് ഉണ്ടായിരുന്നു. അടുത്ത് മാറ്റി ഇപ്പം ആദ്യം വലിച്ചു പിടിച്ച് പുറത്തേക്ക് ഇട്ടു. പിന്നെ ഓരോരുത്തർ, അപ്പോൾ ഇത് ഒറ്റക്കൊന്നും പൊന്തണില്ല. പിന്നെ ഓരോരുത്തർ കൂടി ഞാൻ ഓരോരുത്തർ രക്ഷപ്പെടുത്തായിരുന്നു. നിങ്ങളുടെ പിതാവ് ഈ അപകടത്തിൽപ്പെട്ടത് ഹോസ്പിറ്റലുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലുണ്ട്. പരിക്കെങ്ങനെയുണ്ട്? പരിക്ക് കാലിന് ചെറിയ ഇഞ്ചുറി ഉണ്ട്. ഒറ്റ കാലിന് പറഞ്ഞാൽ നല്ല നീരുണ്ട്. വലിയ പീസല്ലേ വീണ കാൽമേൽ. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ ഉൾപ്പെടെ 5ഓളം പേരാണുള്ള പേരുണ്ട്. 5ഓളം പേരുണ്ട്. ശരിക്കും ഇത് രാവിലാണെന്നുണ്ടെങ്കിൽ ഇതിനും പേര് കൂടുതൽ ആൾക്കാരുണ്ടാവും. ഉണ്ടാവും. കാരണം അത്രയും ആൾക്കാർ ഗേറ്റ് പാസ് ഒപ്പിക്കുക, ബില്ല് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യൽ വിടുന്നത്. അപ്പോൾ എന്താ പറയുക, പിന്നെ എന്താ പറയുക, ഈ ഭാഗത്തൊക്കെ ഫുൾ ടൈം ആൾക്കാരുണ്ടാവും. അതുപോലെ രാത്രി ആയാലും ഇവിടെ കുറേ ആൾക്കാർ വന്നിരിക്കുന്നു പോകണമൊക്കെ സ്ഥലം കൂടിയാണ്. എപ്പോഴും ഇതുപോലെ ആൾക്കാരുണ്ടാവാറുണ്ടോ ഇവിടെ? ഇങ്ങനെ ഉണ്ടാവും. എപ്പോഴും ആൾക്കാരുണ്ടാവും. എപ്പോഴും ഉണ്ടാവും. പിന്നെ ലീവ് ദിവസങ്ങളിൽ ഇതേമാതിരി ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് വർത്താനൊക്കെ പറഞ്ഞ് കാറൊക്കെ സൈഡാക്കി ഇരിക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതിൽ കാണുമ്പോൾ തന്നെ ഒരു വ്യൂവും കൂടിയാണല്ലോ. ആളുകൾ കുറവായതുകൊണ്ടാണ് വലിയൊരു അപകടം. ഇതിൽ കൂടുതൽ അപകടം ഉണ്ടാവേണ്ടതിന് എന്തായാലും ഒരു 8-9 മണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. തീർച്ചയായും അരുൺ, അങ്ങനെ തന്നെയാണ്. വലിയൊരു ദുരന്തത്തിലേക്ക്, കൂടുതൽ വ്യാപ്തിയുള്ള ഒരു ദുരന്തത്തിലേക്ക് വഴിമാറിയേനെ ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ. ഇതിലിപ്പോൾ അരുൺകുമാർ, ഇന്ന് വലിയ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത കൂടിയാണ് കാണുന്നത്. BJPയുടെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ചുണ്ട്. ഈ മരിച്ചവരുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക, ഒപ്പം തന്നെ ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ നരഹത്യക്ക് കേസെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം മറ്റ് പാർട്ടികളുടെ പ്രതിഷേധമുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ മരിച്ച 3 പേരുടെ സംസ്കാര ചടങ്ങുകൾ കൂടി ഇന്നുണ്ടാകും. അരുൺകുമാർ, ജബ്ബാറിന്റെ
സംസ്കാരം ഇന്നലെ തന്നെ പൂർത്തിയായിരുന്നു. ഇന്നിപ്പോൾ മറ്റ് ബഷീർ, അഷ്റഫ്, വിനോദ് എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ കൂടി ഇന്നുണ്ടാകും. അറിയാം, എത്ര കാലങ്ങൾ പഴക്കമുള്ളതാണല്ലേ. പഴയ സിനിമയിലൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ കാലത്ത് നിന്ന് അങ്ങോട്ട് മാറുന്ന ഒരു കെട്ടിടമാണ്. അതാണ് പൊളിച്ച് കളയാതെ അവിടെ ഇട്ടിരുന്നത്. ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ലൈസൻസ് അല്ലെങ്കിൽ റദ്ദാവും. അൺഫിറ്റ് ആണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് റദ്ദാവും. ലൈസൻസ് റദ്ദായാൽ കടമുറി എന്ത് ചെയ്യാൻ പറ്റില്ല, വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വരുമാനം കുറയും. 4 പേരുടെ ജീവനെടുത്തപ്പോൾ സമാധാനമായല്ലോ അല്ലേ.